എല്ലാ ശാലം ടി വി പ്രേക്ഷകർക്കും ക്യാമ്പസ് ഫെസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. മരിയൻ കോളേജ് അതിൻ്റെ ഗ്രാൻഡ് 25 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കോളേജ് തുടങ്ങിയപ്പോൾ തൊട്ടുള്ള എല്ലാ ആൾക്കാരും ഒരുമിച്ച് ചേർന്ന ഒത്തിരി ഓർമ്മകൾ നിറഞ്ഞ ഒരു ഫംഗ്ഷനായിട്ടായിരുന്നു ജൂബിലിയുടെ ഇനാഗുറേഷൻ പോയത്. ഇനി തുടർന്ന് ഈ വർഷം മുഴുവനും നമ്മൾ ജൂബിലി ആഘോഷിക്കാനുള്ള പ്ലാനിലാണ്. ഇപ്പോഴത്തെ വർത്തമാനകാലത്ത് നമ്മൾ ഒരുപാട് കേൾക്കുന്ന വാക്കാണ് സന്യസ്തരുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഉടുപ്പിട്ടുണ്ട്, സന്യസ്തരുടെ ഈ ഒരു ഉടുപ്പിട്ടുകൊണ്ട് ഈ ഒരു വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ ആ ഒരു വാക്കിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാധാന്യം ഉണ്ടെന്ന് തോന്നാറുണ്ടോ? എൻ്റെ സന്യാസ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ എൻ്റെ അധികാരികളോ നിർബന്ധിച്ചിട്ടല്ല ഞാൻ ഈ വിളി സ്വീകരിച്ചത്. ഞാൻ സ്വമേധയാ എൻ്റെ സ്വാതന്ത്ര്യത്തിലാണ് ഞാൻ ഈ വിളി തിരഞ്ഞെടുത്തത്. ഇത് എൻ്റെ ഇഷ്ടം കൊണ്ടാണ് ഞാൻ തിരഞ്ഞെടുത്തത്. അപ്പം അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം എന്നൊരു വാക്കിന്, ഇങ്ങനെയൊരു ചോദ്യത്തിന് തന്നെ ഈ കാലഘട്ടത്തിൽ പ്രസക്തിയില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ കോളേജിന് സ്വന്തമായിട്ട് ഒരു റേഡിയോ സ്റ്റേഷൻ ഉണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ മറീനേജ്. ഈ റേഡിയോ മരീനിൽ ഒരു 3-4 ദിവസം നമ്മൾ ഇല്ലാതായിരിക്കുമ്പോൾ എല്ലാവരും വിചാരിച്ചാണ് ഇതെന്ത് പറ്റി റേഡിയോ മരീൻ, അല്ലെങ്കിൽ റേഡിയോക്ക് എന്ത് പറ്റുന്നത്. പക്ഷെ ആരും ഒരിക്കലും ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. റേഡിയോ മരീൻ എവിടെയും പോകുന്നില്ല. നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും റേഡിയോ മരീൻ. ഇറ്റ്സ് മീ ആജി മമത ഓൺ റേഡിയോ മരീൻ. കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബേസിലാണ് നമ്മളിപ്പോൾ റേഡിയോ തുടങ്ങിയിരിക്കുന്നത്. നമ്മളിപ്പോൾ തുടങ്ങിയപ്പോൾ 2 ആർട്ടിസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിലൊന്ന് ഞാനാണ്, പിന്നെ മമത എന്ന് പറഞ്ഞ ഒരാളും കൂടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അത് കോളേജിൽ 1:10 ആകുമ്പോഴത്തേക്കുമാണ് നമ്മളത് പ്ലേ ചെയ്യുന്നത്. 20 മിനിറ്റ്സ് ഉള്ള ഒരു ഓഡിയോ ക്ലിപ്സ് ആണ് ഇതിൽ പോകുന്നത്. അന്നത്തെ ദിവസത്തേക്ക് കോളേജിൽ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് അതിൻ്റെ ഇതായിട്ട് പോകുന്നത്. പിന്നെ നമുക്ക് അതോടൊപ്പം തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ കോളേജിലുള്ള എല്ലാവരും തന്നെ അതിലെ മെമ്പേഴ്സാണ്. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാംസ് എല്ലാം തന്നെ അതിലും നമ്മൾ ഇടാറുണ്ട്. പഠനത്തോടൊപ്പം തന്നെ നമുക്ക് കലാപരമായ രീതിയിലും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നൊരു കോളേജാണിത്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ ഒരുപാട് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം മരിയൻ കോളേജ് എന്ന് പറയുമ്പോൾ സ്റ്റഡീസ് മാത്രമല്ല, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ജെൻഡർ ചാമ്പ്യൻസ് എന്ന് ഇവർ പറഞ്ഞു കേട്ടു. ജെൻഡർ ഇക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ നിന്ന് തന്നെ ജെൻഡർ ചാമ്പ്യൻസിനെ സെലക്ട് ചെയ്ത് അവരെ ട്രെയിൻ ചെയ്ത് സൊസൈറ്റിയിലേക്ക് ജെൻഡർ ഇക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും മെൻറ്റേഴ്സിനെ നമ്മുടെ കോളേജ് വഴി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. ഏഞ്ചൽ, ഇവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എത്രമാത്രം സപ്പോർട്ടീവാണ് നിങ്ങളുടെ കോളേജ് എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞ വിദ്യാഭ്യാസം മാത്രമല്ല, മറ്റ് മേഖലകളിലെല്ലാം തന്നെ കുട്ടികൾക്ക് എത്രമാത്രം അഡ്വാൻറ്റേജ് ആകുമോ ആ കാര്യങ്ങളെല്ലാം തന്നെ കോളേജുകാർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് കോളേജ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ആ കാര്യങ്ങളെല്ലാം തന്നെ കേട്ട് അമേസ്ഡ് ആയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോഗ്രാം കണ്ടിട്ട് വരാം. മർത്തേനെ കാത്തിടണേ, ക്രൂശിതനേ ഉത്തിതനേ, മർത്തേനെ കാത്തിടണേ, എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ, എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ ഈശോ നിൻഹൃത്തിനുള്ളിൽ, ഈശോ നിൻമേലങ്കയ്ക്കുള്ളിൽ, ഈശോയെ നിൻ രൂപം കാണുമ്പോൾ എന്നുള്ളം സ്വർഗമായി തീരും. ഈശോയെ നീ എന്നിൽ വാഴുമ്പോൾ എന്നുള്ളം സ്വർഗമായി തീരും. ക്രൂശിതനേ
ഉത്തിതനെ മർത്തേനെ കാത്തിടണേ. കാനായിലെ കൽഭരണി പോൽ വക്കോളം നിറച്ചു ഞാനും. കാനായിലെ കൽഭരണി പോൽ വക്കോളം നിറച്ചു ഞാനും. ഈ പച്ചവെള്ളം വാഴ്ത്തിടുമോ മേൽത്തരം വീഞ്ഞാക്കുമോ. ഈ പച്ചവെള്ളം വാഴ്ത്തിടുമോ മേൽത്തരം വീഞ്ഞാക്കുമോ. നീ വരും വഴിയിലെ മാമരത്തിൽ കാണാൻ കൊതിച്ചു ഞാൻ കാത്തിരിക്കാം. കൂട്ടം പിരിഞ്ഞൊരു കുഞ്ഞാടിനെ തോളിലേറ്റി വീട്ടിൽ വന്നിടുമോ. കയ്യിൽ കൂടാതമ്മ നീതൊരു മേലങ്കിയാൽ എന്നെ പൊതിഞ്ഞിടുമോ. നിൻ പാശത്തിൽ നിന്നൊഴുകും വെള്ളത്താലിൽ നിന്നും എന്നെ കഴുകിടുമോ. കയ്യെത്താ ദൂരത്തിൽ സ്വപ്നങ്ങൾ നിൽക്കുമ്പോൾ വാങ്ങിത്തരാൻ വരുമോ. കല്ലേറ് ദൂരെ ഞാൻ രക്തം വിയർക്കുമ്പോൾ മാലാഖമാർ വരുമോ. ചിരിക്കാൻ കാരണം ചികയുമ്പോൾ ജീവിക്കാൻ കാരണം തീരയുമ്പോൾ തോളത്ത് മയങ്ങിയർ മറക്കുമ്പോൾ തൊലിയുരിയുമ്പോൾ പഴിക്കുമ്പോൾ നിൻ ചിരിക്കും മുഖവും വിരിച്ച കരവും മറക്കാൻ പറഞ്ഞുവെല്ലാം. രക്തം വിയർത്ത മുഖവും മുറിഞ്ഞ ശിരസും ക്ഷമിക്കാൻ പറഞ്ഞുവെല്ലാം. ക്രൂശിതനെ ഉത്തിതനെ മർത്തേനെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ. തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ. തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ ഹൃദയത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കയ്ക്കുള്ളിൽ, ഈശോ നിൻ ഹൃദയത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കയ്ക്കുള്ളിൽ. ഈശോയെ നിൻ രൂപം കാണുമ്പോൾ എന്നുള്ളം സ്വർഗമായി തീരും. ഈശോയെ നീ എന്നിൽ വാഴുമ്പോൾ എന്നുള്ളം സ്വർഗമായി തീരും. ഏഞ്ചൽ, മരിയൻ കോളേജിൻ്റെ ചരിത്രത്തിൽ സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ട ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടെന്നറിയാം. അപ്പം അതിൽ കുറച്ച് അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ?
ഓക്കെ, അത് തന്നെയാണ് ഞാൻ പറയാൻ വന്നത്. നമ്മുടെ കോളേജിന് അഭിമാനിക്കാവുന്ന വിധം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അച്ചീവ്മെൻറ്റ് നേടിയ 2 വ്യക്തികൾ നമ്മുടെ കൂടെ ഉണ്ട്. ആൻഡ് അവർ മാർട്ടിൻ ആൻഡ് തോമസ് കുട്ടി. ഇനി നമ്മൾ അവരെയാണ് പരിചയപ്പെടുന്നത്. ഓക്കെ, അല്ല, നമ്മുടെ പേര് തോമസ് കുട്ടി, മാർട്ടിൻ. ഓക്കെ, ഏഞ്ചൽ നിങ്ങളെ പറ്റി കുറേ പറയുകയുണ്ടായി. അപ്പോൾ എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് ആണ് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഈ കോളേജിലോട്ട് കൊടുക്കാൻ സാധിക്കും? ഞാൻ ബേസിക്കലി ഇവിടെ വന്നപ്പം തൊട്ടൊരു ചെറുതായിട്ട് റിസർച്ചിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഫിലിപ്പൈൻസിൽ വെച്ച് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വെച്ച് നടന്ന ഏഷ്യൻ യൂത്ത് ഫോറത്തിൽ പങ്കെടുത്തു. അതോടൊപ്പം തന്നെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിന് വേണ്ടി ഒരു പ്രോജക്റ്റ് നമ്മൾ ഫിലിപ്പൈൻസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള അവർ ഫണ്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് അവർക്ക് വേണ്ടി ചെയ്ത് കൊടുത്തൊരു ഗ്രൂപ്പിനെ മെൻറ്റർ ചെയ്ത് ഞാനായിരുന്നു, ഇൻ്റർനാഷണൽ ഗ്രൂപ്പിനെ. അത് മരീനി വന്നുകൊണ്ട് മാത്രം സാധിച്ച ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ അധ്യാപകർ, അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ബോബിൻ സാർ, ഡോക്ടർ ബോബിൻ ജോസഫ്, സ്കൂൾ ഓഫ് സോഷ്യൽ വർക്കിലെ അദ്ദേഹമാണ് എന്നെ ഇൻസ്പിറേറ്റ് ചെയ്തത്, അതുപോലെ തന്നെ മോട്ടിവേഷനൊക്കെ നൽകി എല്ലാവരും സപ്പോർട്ട് നൽകിയത്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അത് രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ മാറ്റി ബേസിക്കലി ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ബേസ് ചെയ്തൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോം അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ജസ്റ്റ് അത് ഞാൻ പറയുന്നതിൽ കൂടുതൽ അത് മെയിനായി ഐഡിയ തന്നത് തോമസുട്ടിയാണ്. അപ്പോൾ തോമസുട്ടി തന്നെ പറയുന്നതായിരിക്കും അത് കൂടുതൽ ബെറ്റർ. അത് ബേസിക്കലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ഹൈ റിസ്ക് കൂടുതൽ ടേക്ക് ചെയ്യുന്നു, പക്ഷേ ഒരിക്കലും റിട്ടേൺ ഏറ്റവും കുറവ് മേടിക്കുന്ന ലോറി ഡ്രൈവേഴ്സിനെ അവർക്ക് കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നൊരു പദ്ധതിയായിട്ടാണ് നമ്മൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഇനീഷ്യൽ സ്റ്റേജുകളിൽ. അത് ഫർദർ സ്റ്റേജിലേക്ക് പോകുമ്പം ഒരു എക്സ്പോർട്ടിനെ ഇമ്പോർട്ടിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലോട്ട് നമ്മളതിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് കൺഗ്രാറ്റ്സ്. താങ്ക് യു. അടിപൊളി. ഇനിയും നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അംഗങ്ങളുടെ ശ്രദ്ധയ്ക്ക്, ഐ സേ അംഗങ്ങളുടെ ശ്രദ്ധയ്ക്ക്, എല്ലാവരും അതിവേഗം ഓൺലൈനിൽ വരിക. വലയിൽ വീണ കിളികളാണു നാം, ചിറകൊടിഞ്ഞൊരിണകളാണു നാം, വഴിവിളക്കു കണ്ണു ചിമ്മുമീ വഴിയിലെന്തു നമ്മൾ കാണണം. അംഗങ്ങളുടെ ശ്രദ്ധയ്ക്ക്, ടാസ്ക് നമ്പർ 1, ചോര പൊടിയും വരെ, അതെ ചോര പൊടിയും വരെ മുറിവേൽപ്പിക്കുക. ഞങ്ങൾ കാലും മുറിക്കും കൈയും മുറിക്കും ചങ്കും ചോരയും ഞങ്ങൾ ചിന്തും, ഞങ്ങളുടെ രക്തം ഞങ്ങളുടെ നാടി ഞങ്ങളുടെ ജീവരക്തം. സ്റ്റോപ്പ്. ടാസ്ക് നമ്പർ 2. അനന്തരം പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിൽ കയറി നിർത്തിയിട്ട് പറഞ്ഞു, ആകാശഗംഗയോളം ഉയരത്തിലുള്ള ഒരു മേൽക്കൂരയിൽ കയറി വീഴാതെ നിൽക്കുക. കൈകളിൽ ചിറകില്ലല്ലോ, ആകാശം താങ്ങുകില്ലല്ലോ, ഈ ഉയരം മരിക്കാനാണ്, വാപിളർക്കുന്നിതാ ഭൂമി. സ്റ്റോപ്പ്. ദ വെരി ലാസ്റ്റ് ടാസ്ക്. നിങ്ങളുടെ മരണത്തിന്റെ ദിവസം കുറിക്കുക. അച്ഛാ, എന്റെ മോളെ രക്ഷിക്കണം. എന്തു പറ്റി നിന്റെ മകൾക്ക്? അച്ഛാ, എന്റെ പൊന്നു മോൾ എന്നോട് പറയുക അവക്ക് മരിക്കണമെന്ന്. എവിടെയവൾ? അച്ഛാ, അച്ഛനറിയോ ഞാൻ മരിക്കാൻ പോവാ. അച്ഛനല്ലേ എന്നെ അടക്കുന്നേ? നല്ലൊരു ക്യൂട്ട് ശവപ്പെട്ടിയില് നിറയെ പൂക്കളൊക്കെ വെച്ച് എന്നെ അടക്കണേ. അച്ഛാ, എന്റെ മോൾക്ക് എന്താ പറ്റിയേ? അവളെ രക്ഷിക്കാൻ കഴിയില്ലേ? സങ്കടപ്പെടരുത്. പൈശാചികമായ ഗെയിമുകൾ കളിച്ച് ഇവൾ മാരക പാപത്തിൽ വീണുപോയിരിക്കുകയാണ്. എന്നാൽ ജായറൂസിന്റെ മകളെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ച കർത്താവ് ഇന്ന് പാപമെന്ന മരണത്തിൽ നിന്നും ഇവളെയും രക്ഷിക്കും. ഞങ്ങൾ അവതരിപ്പിക്കുന്നു മാർക്കോസ് 5:21, ജായറൂസിന്റെ മകൾ. ഓ എന്റെ ജൊനാഥ, വിരുന്നൊക്കെ തയ്യാറായോ? വിരുന്നൊക്കെ തയ്യാറായി ജായറോസേ. എവിടെ പിറന്നാളുകാരി? അവള് എടി ജോഫന്നെ, നമ്മുടെ റേച്ചൽ എന്തിയടി? അവൾ കൂട്ടുകാരികളുടെ കൂടെ രാവിലെ തന്നെ കറങ്ങി നടപ്പാ. റേച്ചലിന് എത്ര വയസ്സായി ജായറോസേ?
ഈ പിറന്നാളിന് 12 വയസ്സായി. എൻ്റെ പൊന്നെ, നീ അവളെ ഒന്ന് പെട്ടെന്ന് വിളിക്കിയതേ, ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. എടോ, താൻ പോയിട്ട് നമ്മുടെ റബിയോട് ഇങ്ങ് വരാൻ പറ പെട്ടെന്ന്. റേച്ചലേ, മോളെ, എല്ലാരും വിളിക്കുന്നു, വേഗം വാ. മോളെ റേച്ചൽ, യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ. നന്ദി ഗുരു. ജായിറോസേ, ഇവൾ നല്ല പാട്ടുകാരിയാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ, ശരിയാണോ? അതേന്ന് അവളുടെ കൂട്ടുകാരികളൊക്കെ പറയുന്നേ. എടി മോളെ, നീ ഒരു പാട്ട് പാടിക്കേ, നമ്മുടെ ഗുരു കേക്കട്ടെ. ഞാനോ പാട്ട് പാടാനോ? പോച്ചാ. വേണം. നിനക്ക് എന്താടി പാടിയാല്? വീട്ടിൽ കൂടെ പാടി നടക്കാറുള്ളതല്ലേ. മേലേ മാനത്തെ ഈശോയെ, ഒന്ന് വരാമോ ഈശോയെ, കാണാ കണ്ണിൽ കൗതുകം പാകുന്ന സ്വർഗത്തിൻ ലാവണ്യമേ, സ്നേഹോദാരമെൻ ജീവനിൽ വാഴുന്ന പൊന്നേശു തമ്പുരാനെ. എന്റെ ദൈവമേ, ആ ലഘുവിന്റെ വരവ് കണ്ടപ്പോ ഞാനങ്ങ് പേടിച്ചു പോയി. പക്ഷെ നമ്മുടെ കർത്താവിന്റെ കൽപ്പനയായിട്ട് വെട്ടിയിട്ട തടി പോലെ ദേ കിടക്കുന്നു. അവന്റെ ദേഹന്നുള്ള പിശാശ് കയറി കുറെ പന്നിയും ചത്തു. എത്രണ്ണമാണോ ആവൂ. 10,000-2000 എണ്ണം ഉണ്ടായിരുന്നാ കേട്ടെ. കർത്താവേ, നിങ്ങൾ അത്തെ തന്നെ ഇരുന്നാ മതി കേട്ടോ. ഇവിടെ ഉണ്ടൊരു ജനക്കൂട്ടം. എന്നതാ പത്രോസേ നീ പറയുന്നേ? അവര് നമ്മളെ കാണാനല്ലോ വന്നേക്കുന്നേ. ഓ പിന്നെ, അങ്ങേ കാണാൻ വന്നൊന്നുമല്ല, വല്ല അപ്പ വർദ്ധിപ്പിക്കുന്ന ഓർത്തോണ്ട് വന്നായിരിക്കും. നോയിക്കേ, എല്ലാത്തിന്റെയും കയ്യിലുണ്ട് മുഴുത്ത സഞ്ചി. എന്റെ യൂദാസേ, നീ ഇങ്ങനെ സംശയിക്കാതെ കാര്യം എന്നാന്ന് നമുക്ക് പോയി നോക്കാന്നേ. നിങ്ങൾ എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. വെറുതെ രോഗാണു എന്ന് പറഞ്ഞ് നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഈ ഗലീലയിലെ ആൾക്കാർക്ക് മുടിഞ്ഞ ആരോഗ്യവാ. സങ്കടപ്പെടണ്ട, നമുക്കിന്നൊരാളെ എടുക്കാം. വല്ല കെളോമാരി ആയിരിക്കും. അല്ല, ഒരു പനിനീർ പൂവിനെ, ജായിറോസിന്റെ 12 വയസ്സുള്ള മകൾ റേച്ചലിനെ. അത് മതി. എന്നാ പിന്നെ സമയം കളയണ്ട. ചുമ, നീ ആ വഴിക്ക്. തുമ്മൽ, നീ ഈ വഴിക്ക്. വിറയൽ, നീ ആ വഴിക്ക്. അപ്പൊ ഞാനോ? നീ ആരാ? ഞാൻ ചോറി. നീ ആ വഴിക്ക് പോ. അയ്യോ, എന്ത് പറ്റി മോളെ? കണ്ണൂർക്ക് എന്താ പറ്റി? ഞാൻ വിളിക്കാം. എനിക്ക് വയ്യമ്മേ, പിറന്നാളിലൊന്നെല്ലാം പോയോ അമ്മേ? ഞാൻ മരിച്ചു അമ്മ, എന്റെ അടുത്തുനിന്ന് പോവല്ലേ മോളെ. ഒന്നുമില്ലടാ. ജായിറോസേ, ഇതിന് മരുന്നില്ല, ഇവൾ മരിക്കും. നമ്മുടെ മോള്, അവളുടെ കൈയും കാലും ഒക്കെ തടുക്കുക. എന്തായാലും പെട്ടെന്ന് ചെയ്യ്. നമ്മുടെ മോളെ രക്ഷിക്കാൻ ഇനി ഒരാൾക്കേ കഴിയൂ, നസ്രായനായ യേശുവിന്. എങ്കിൽ വേഗം ചെല്ല്, ഗുരു ഇപ്പം കടൽ തീരത്തുണ്ട്. ഞാനിപ്പോ തന്നെ പോവാ. ദൈവരാജ്യത്തെ എന്തിനോട് ഉപമിക്കും? അത് ഒരു കടുക് മണിക്ക് സദൃശ്യം. നിലത്ത് പാകപ്പെടുമ്പോൾ അത് മറ്റെല്ലാ വിത്തിനേക്കാൾ ചെറുതാണ്. എന്നാൽ അത് വളർന്നു വലുതായി വലിയ ശാഖകൾ പുറപ്പെടുവിക്കുന്നു. ആകാശപ്പറവകൾ അവയിൽ കൂടുകൂട്ടുന്നു. കർത്താവേ. ആരാ പത്രോസേ അത്? കർത്താവേ, അതാ ജായിറോസ, ആ സിനഗോഗധികാരി. എന്താ ജായിറോസേ, ആകെ വല്ലാണ്ടിരിക്കുന്നല്ലോ. കർത്താവേ, എന്റെ മോള്. നിന്റെ മോള് റേച്ചൽ, എനിക്കറിയാം. അവൾക്കെന്ത് പറ്റി? അവക്ക് എന്തോ രോഗവാ. അവള് മരിക്കാൻ പോവാ. അങ്ങ് വന്ന് അവളുടെ തലയിൽ കൈവച്ച് അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. പത്രോസേ, യാക്കോബേ, നമുക്ക് ജായിറോസിന്റെ വീട് വരെ ഒന്ന് പോകാം. കർത്താവേ, ഞങ്ങളും വരട്ടെ കൂടെ. ഇതിപ്പോ എല്ലാരും കൂടെ വരേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും പോരെ. കർത്താവേ, ഇതേ യൂദാസ് വരുന്നില്ലാന്ന്. ഒറ്റയ്ക്കിരുന്ന് പണസഞ്ചിയിൽ കൈയിട്ട് വരാൻ വേണ്ടിട്ടായിരിക്കും. വേണ്ട, ആരും യൂദാസിനെ കുറ്റം പറയണ്ട. യൂദാസേ, നീയും പോരെ. മറിയം, എന്താ അമ്മേ? ജായിറോസ് എവിടെ? ഈശോയുടെ അടുത്ത് പോയതാ, വന്നിട്ടില്ല. മോളെ റേച്ചലേ, മോളെ മറിയം, ഇവിടെ മിണ്ടുന്നില്ലല്ലോ.
കണ്ണും തുറക്കുന്നില്ല. വൈദ്യരെ വിളി. വൈദ്യരെ. മറിയം, ഇവള് പോയി. ജായിറോസിന്റെ അടുത്തേക്ക് ആളെ വിട്. യേശുവിനെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. എന്നാലും ആ ജൈറോസും പെണ്ണുമ്പിളിയും ഇതെങ്ങനെ സഹിക്കുവോ? അവക്ക് എത്ര വയസ്സെന്നാ കേട്ടത്? 12 കേട്ടെ. എന്നാലും പിറന്നാൾ ദിനത്തിൽ തന്നെ. ആ, മനുഷ്യന്റെ കാര്യം ഇത്രയൊക്കെ ഉള്ളന്നേ. നാളെ ചിലപ്പോ താനായിരിക്കും പോകുന്നേ. ഒന്ന് പോടോ. സംസാരിച്ച് ശവടക്കിന്റെ കാര്യം നോക്ക്. കച്ച നമുക്കേ ഗലീലിയയിലെ ഉപാധിയാടെ കടയെന്ന് വാങ്ങാം. ആളെന്റെ അമ്മാവനാ, ഞാൻ പറഞ്ഞേക്കാം. മുടിഞ്ഞ വില കുറവാ. ആ ബ്ലേഡ് ഉപാധിയല്ലേ? കൊള്ള. താനൊന്ന് പോടോ, തനിക്ക് എങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാം. നിങ്ങൾ അധികം സംസാരിക്കാൻ നിക്ക്. ദേ കൊഴലൂത്തുകാരും പാട്ടുകാരും കരച്ചിലുകാരൊക്കെ വരുന്നുണ്ട്. ഈ ജൈറോസിന്റെ വീട് ഇത് തന്നെയല്ലേ? ഇത് തന്നെയാ. നിങ്ങളൊക്കെ ആരാ? ഞങ്ങള് കരയാൻ വന്നവരാ. ഇത് കുഴലൂത്തുകാര്. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം കാശിന്റെ കാര്യം പറഞ്ഞോണ്ട് വരുമ്പം അതും പറഞ്ഞോണ്ട് വന്നാ എന്റെ സ്വഭാവം മാറും. ഉള്ള കാര്യമാ. പിന്നെ ഓരോ പാട്ട് കഴിയുമ്പോഴും മന്നയും കാടപ്പക്ഷിയും അത് നിർബന്ധ. അതെന്നാ സാധനം? നല്ല ചൂടപ്പ ഇറച്ചി കറി. ഒന്ന് ഒതുങ്ങി നടന്നേ അങ്ങോട്ട്. എന്തൊരു ഉണ്ടും തള്ളുവാ. പത്രോസേ, ആരോ എന്നെ തൊട്ടു. ഓ എന്റെ പൊന്നെ, നിന്നെ ആരാ തൊടാത്തെ? ഇതങ്ങനെയല്ല. വിശ്വാസത്തോടെയുള്ള സ്പർശനം. എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു. സത്യം പറ, ആരും തൊട്ടില്ലേ? കർത്താവേ, ഞാനാ തൊട്ടത്. 12 വർഷമായി സഹിക്കുന്നു. നിന്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. കാണു പത്രോസേ, ഇതാണ് വിശ്വാസം. നല്ല ഒന്നാം തരം വിശ്വാസം. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക. ജൈറോസേ, ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കണ്ട. എന്താ? റീച്ചല് അവള് പോയി. ജൈറോസേ, നീ വിശ്വസിക്കുന്നുവോ? ഉണ്ട് കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ ബാ. മുട്ടുവിടന്നു മലരുണ്ടായി, മലരിനു നല്ലൊരു മണമുണ്ടായി. വിടരും മുൻപേ മരണമതിൻ തണ്ടു തുറന്ന തുടങ്ങിപ്പോയി. ഗുരു, റീച്ചൽ മരിച്ചു. വാ, നമുക്ക് അപ്പവും കറിയും കഴിക്കാം. അവൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ്. ഇങ്ങേർക്ക് ഭ്രാന്താണ്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, കുട്ടിയുടെ മാതാപിതാക്കൾ ഇവരൊഴിച്ച് എല്ലാവരും പുറത്തു പോണം. തലീത്താക്കും, ബാലികയെ എഴുന്നേൽക്കൂ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. അമ്മേ, റീച്ചലേ, അച്ഛാ, നേരെ വെളുത്തോ അമ്മേ? അയ്യോ ഈശോ. മോളെ, നിനക്ക് വിശക്കുന്നില്ലേ? ജൈറോസേ, ഇവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുക. ഈ ഈശോയ്ക്ക് മാത്രമേ എന്നോടൊരു സ്നേഹമുള്ളൂ. ചേച്ചിക്ക് വേണോ? അയ്യോ ഭൂതം. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജായറൂസിന്റെ മകളെ, മരണത്തിൽ നിന്നും ഉയർപ്പിച്ച കർത്താവ് ഇന്ന് പാപമെന്ന മരണത്തിൽ നിന്നും ഇവളെ രക്ഷിക്കാൻ ഒരു കൂദാശ ഒരുക്കിയിട്ടുണ്ട്. പരിശുദ്ധ കുംഭസാരം. കരുണ തോന്നണേ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. അച്ഛാ, ഇന്നെന്റെ പിറന്നാളാ. അച്ഛൻ വരില്ലേ? അതിന് നിന്റെ പിറന്നാളെന്ന് ജനുവരി 10 കൊച്ചേ? അത് ആധാർ കാർഡില്. ഇനി ഞാൻ കുമ്പസാരിച്ച് ആത്മാവി വീണ്ടും ജനിച്ച ദിവസം. ഓ അങ്ങനെ, മിടുക്കി. കർത്താവിൻ തിരുമുൻപിൽ വന്നതി ഭക്തി വിശ്വാസപൂർവകം ഞങ്ങൾ കൈക്കൊണ്ടോരീ രഹസ്യങ്ങൾ പാപമോചനമേകട്ടെ.
മരിയൻ കോളേജിലൂടെയുള്ള നമ്മുടെ യാത്ര ഇന്നിവിടെ അവസാനിക്കുകയാണ്. വളരെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അടുത്ത ആഴ്ച നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹോളി ക്രോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നോളജി. നമുക്ക് വേണ്ടി വളരെ മനോഹരമായ കാഴ്ചകളാണ് അവരിവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് അതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അതുവരെ നമുക്ക് കാത്തിരിക്കാം. അടുത്ത ആഴ്ച വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.